പശുവളർത്തലിൽ നിന്നും നമ്മെ പുറകോട്ട് വലിക്കുന്ന പ്രധാനമായ 2 കാരണങ്ങൾ, ഒന്ന് സ്ഥലപരിമിതിയും, 2 തീറ്റപ്പുൽ ലഭ്യതക്കുറവും. ഇത് രണ്ടും പരിഹരിച്ചുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പശുവാണ് നമ്മുടെ സ്വന്തം പശു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വന്തം പശുവായ വെച്ചൂർ. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും പാലിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെച്ചൂർ പശുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വൈക്കത്തിനടുത്തുള്ള വെച്ചൂർ എന്ന ഗ്രാമത്തിൽ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാലും പ്രത്യേക കാലാവസ്ഥയിൽ നിന്നും ഉത്ഭവിച്ചതാണ് വെച്ചൂർ. ഇതിനെ 1999 ഒരു ജനുസായി അംഗീകരിച്ചു. നാടൻ ഇനങ്ങളിൽ പാലുൽപാദനം കൂടിയ ഇനമാണ് വെച്ചൂർ. ഇതിൻ്റെ പാലിൽ 6% കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഫോസ്ഫോലിപ്പിഡ് അനുപാതം കുട്ടികൾക്ക് പോഷകമൂല്യത്തിനും ബുദ്ധിവികാസത്തിനും ഏറ്റവും അനുയോജ്യമാണ്. ഹൃദ്രോഗവും പ്രമേഹവും തടയാനുള്ള ഘടകങ്ങളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ബ്രീഡാണ് വെച്ചൂർ. പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഒരു ജനുസാണ് വെച്ചൂർ. നീണ്ട് ഇടുങ്ങിയ മുഖം, ചെറുതും മുന്നോട്ട് വളഞ്ഞതുമായ കൊമ്പ്, മുഖത്തിന് സമാന്തരമായ ചെവി, ചെറിയ താട, നീളമുള്ളതും നിലത്ത് മുട്ടുന്നതുമായ വാൽ, കഴുത്തിന് പിന്നിലായുള്ള പൂഞ്ഞ് അല്ലെങ്കിൽ ഹമ്പ്, ഇവയെല്ലാം വെച്ചൂറിനെ തിരിച്ചറിയാനുള്ള ഘടകങ്ങളാണ്. ഇതിൻ്റെ നിറം ചുമപ്പും അതിൻ്റെ വകഭേദങ്ങളും ആണെങ്കിലും അപൂർവമായി വെള്ള നിറം കാണപ്പെടുന്നു. ചെറിയ പശു ആയതിനാൽ ഇവയ്ക്ക് വളരെ കുറച്ച് തീറ്റ മാത്രം മതി. വീട്ടിലെ ആഹാരാവശിഷ്ടങ്ങൾ, കഞ്ഞി, പുല്ല് എന്നിവ നൽകിയാൽ മതി. 5 വർഷം കൊണ്ട് വെച്ചൂർ പശുവിനെ വളർത്തുന്ന ശ്രീ രാധാകൃഷ്ണപിള്ള ചേട്ടൻ്റെ വാക്കുകളിലേക്ക്. ചേട്ടാ, ഈ പശുവിൻ്റെ പാലിൻ്റെയും ചാണകത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇപ്പം 1.5 ലിറ്റർ പാല് നമുക്ക് രാവിലെ കിട്ടും, വൈകിട്ടും അതുപോലെ കിട്ടും. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെന്ന് പശുവിനെ കറക്കാം. പിന്നെ വാല് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വാല് ചുറ്റി അടിക്കുന്ന കൊതുകൊക്കെ ഉള്ളതുകൊണ്ട് വാലൊന്ന് കെട്ടും, അത്ര അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പശുവിൻ്റെ പാലിൻ്റെ ഗുണമെന്ന് പറയുന്നത്, വെച്ചൂർ പശുവിൻ്റെ പാലിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. നാടൻ പശുവിൻ്റെ പാലിൻ്റെ ഗുണം നമുക്കറിയാം. കട്ട തൈരാണ്. അതാണ് ഇതിൻ്റെ പ്രധാനം. മറ്റ് പശുക്കളുടെ പാല് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട തൈര് കിട്ടത്തില്ല. ഇതിന് കട്ട തൈര് കിട്ടും. നെയ്യ് കൂടുതലുണ്ട്. പിന്നെ പാലിൻ്റെ ഗുണത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ചാണകം വാടയില്ല, പുഴുക്ക പോലുള്ള ചാണകമാണ്. നമ്മളത് പിന്നെ കൃഷിക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. അന്ന് ഹൈടെക്കിൽ ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ സുഹൃത്ത് രായനോട് പറഞ്ഞു, ഇതുപോലെ ക്ലാസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ബിസ്ക്കറ്റ് വരെ നമുക്ക് ചാണകം, പിന്നെ ഗോമൂത്രം, പിന്നെ പയറിൻ്റെ ഏതെങ്കിലും ഒരു പൊടി ഇത് ചേർത്ത് മിശ്രിതം 45 ദിവസം ഒരു ബക്കറ്റിനകത്തിൽ വലതുവശത്തോട്ട് കറക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് അതൊരു പേസ്റ്റായിട്ട് വരും. ആ പേസ്റ്റ് നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം. അത് നമുക്ക് ഉപയോഗിക്കാം. ചാണകം നമുക്ക് പിന്നെ ഏറ്റവും നല്ല വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്, വ്യക്തമായിട്ടുള്ളതൊക്കെ അന്ന് പറഞ്ഞു വന്നിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. എന്നോട് സുഹൃത്ത് പറഞ്ഞതാണ് ഞാൻ കേട്ടത്. പിന്നെ അത് ഉണക്കി വെച്ചിരുന്ന ആൾക്ക് ബിസ്ക്കറ്റായിട്ട് അത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഒരു ഏത്തവാഴയ്ക്ക് തന്നെ ഞാൻ രാസവളം ഉപയോഗിക്കാതെ ഈ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സാധനം അതിലിട്ട് കൊടുത്ത് നല്ലൊരു പിന്നെ 5 പടല നല്ലൊരു കൊല എനിക്ക് കിട്ടി. അതിന് രാസവളമേ ഉപയോഗിച്ചതാണ്. ഉയരക്കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്തു നിർത്താനുള്ള കഴിവ്, രോഗപ്രതിരോധ ശേഷി, കൊഴുപ്പ് കൂടിയ പാൽ, ഇവയെല്ലാം മറ്റു പശുക്കളിൽ നിന്നും വെച്ചൂർ പശുവിനെ വ്യത്യസ്തമാക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ സലാം.